നമ്മളിനിയിപ്പോൾ ഓണം ഇങ്ങെത്തി. ഓണത്തിൻ്റെ ഒരുക്കങ്ങളാണ് എല്ലായിടത്തും. ഇത്തവണ വയനാട് ദുരന്തവുമായൊക്കെ ബന്ധപ്പെട്ട് ഓണാഘോഷം കാര്യമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ പലയിടത്തുമുണ്ട്. നമുക്ക് വിനോദസഞ്ചാരികൾക്ക് നയനമനോഹരമായ കാഴ്ചയൊരുക്കിയിരിക്കുകയാണ് തൊടുപുഴയിലെ ഒളമറ്റം ഉറവപ്പാറ മലനിരകളിലുള്ള പൂപ്പാടം. ഉറവപ്പാറയ്ക്ക് മുകളിലെ പത്മ വില്ലേജിലാണ് ഈ പൂപ്പാടം. ഓണപ്പൂക്കളം ഒരുക്കുന്നതിനായി നട്ടുവളർത്തിയിട്ടുള്ള പൂപ്പാടം സഞ്ചാരികളെയും ആകർഷിക്കുകയാണ്. തൊടുപുഴ ഉറവപ്പാറ മലമുകളിലെ 40 സെന്റ് സ്ഥലത്ത് 2000-ഓളം ബന്ദിപ്പൂക്കളാണ് ഇത്തവണ വിരിഞ്ഞിരിക്കുന്നത്. മഞ്ഞയും ഓറഞ്ച് നിറവും ഇടകലർന്ന് വിരിഞ്ഞിരിക്കുന്ന പൂപ്പാടം കാണാനായി നിരവധി ആളുകൾ ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. ഉയരം കുറഞ്ഞ ഹൈബ്രിഡ് ഇനമാണ് ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത്. എൻ്റെ പേര് അനൂപ് ടി പി എന്നാണ്. ഞാൻ ഇവിടെ പത്മ വില്ലേജ് എന്ന് പറയുന്നൊരു ഫാം റിസോർട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രദേശങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത സമയത്ത് ഇവിടെ ഈ പാറ പൊടിഞ്ഞുള്ള മണ്ണ് കാണുകയും അത് ഇങ്ങനെയുള്ള പൂക്കൃഷികൾക്ക് അനുയോജ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ഞാൻ പാലായിൽ നിന്നും 12,000-ഓളം ബന്ദിപ്പൂകളിൻ്റെ വിത്തുകൾ മേടിച്ച് ട്രെയിൽ പാകി ഇവിടെ കൃഷി ചെയ്യാനുണ്ടായത്. അപ്പം ഈ വർഷം നല്ല വിളവ് കിട്ടുകയും ഒത്തിരി ആളുകൾ ഇത് കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ വരികയും ചെയ്യുകയുണ്ടായി. തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം റൂട്ടിൽ 4 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഉറവപ്പാറ മലനിരയുടെ താഴ്വാരത്തെത്താം. ഇവിടെ നിന്നും പാറമുകളിലെ പത്മ വില്ലേജിലെത്തിയാൽ ഏവർക്കും നയനമനോഹരമായ കാഴ്ചയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യമേ വിത്ത് മേടിച്ച് ട്രെയിൽ ഒരു 20 ദിവസത്തോളം പാകി മുളപ്പിച്ച് അതിനൊരു 3-4 ഇലകളൊക്കെ ആയ ശേഷം നമ്മളത് ഇവിടെ നില ഒരുക്കിയിട്ട് അങ്ങോട്ട് പറിച്ച് മാറ്റി നടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ചാണകവും പിന്നെ ഈ ചകിരിയുടെ ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കുഴിയിൽ വയ്ക്കുമ്പോൾ സമയത്ത് ഇടുന്നത്. തൊടുപുഴ നഗരത്തിന്റെ വിദൂര ദൃശ്യവും ഈ മലമുകളിൽ നിന്ന് ആസ്വദിക്കുവാൻ സാധിക്കും. പാറയ്ക്ക് മുകളിലെ ഒളമറ്റം ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ചരിത്ര പ്രസിദ്ധമാണ്. വിനോദത്തിനായും ദർശനത്തിനായും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇനി ഡെസ്റ്റിനേഷൻ ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പത്മ വില്ലേജ്. ന്യൂസ് 18 തൊടുപുഴ. തൊടുപുഴയിലെ മനോഹരമായ കാഴ്ചയാണ്. ഓണത്തിന് വേണ്ടി തയ്യാറാക്കിയ പൂക്കളാണ്. പക്ഷേ വിനോദസഞ്ചാരികളെയും ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. നമുക്ക് ഇനി ചില ബർത്ത്ഡേ വിശേഷങ്ങളിലേക്ക് പോകാം.